പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 293 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ആൽബർട്ടിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ എവ്സേബിയൂസിനെ കുറിച്ചാണ്. ആദ്യമായി അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന സകല ആശങ്കകളെയും നിന്നിൽ നിന്നും വേർപെടുത്തുക. ഇത് വിശുദ്ധ എവ്സേബിയൂസ് പറഞ്ഞിട്ടുള്ളതാണ്. കസാനോ ഗ്രീക്ക് ഉൽപ്പത്തിയിലാണ് ജനിച്ചത്. 309 ഏപ്രിൽ 18 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പാപ്പയായി അദ്ദേഹം എവ്സേബിയൂസ് എന്ന നാമമാണ് സ്വീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ കാലത്തും വിവാദാത്മകമായ മതത്യാഗം തുടർന്നു. ഇത് സഭയിൽ ഭിന്നിപ്പിനുള്ള അവസരം വരെ എത്തി. എന്നാൽ സ്ഥിരതയുള്ള ഒരവസ്ഥ സംജാതമാക്കുന്നതിലും മാപ്പ് നൽകുന്നതിലും അദ്ദേഹം വിജയിച്ചു. 5 മാസം മാത്രമായിരുന്നു എവ്സേബിയൂസിന്റെ ഭരണം നീണ്ടത്. ഒരു രക്തസാക്ഷിയുടെ പിൻഗാമിയായി തന്നെയാണ് ഇദ്ദേഹവും ഭരണ ചുമതലയേറ്റത്. ഉടൻ തന്നെ ഗലേറിയസിന്റെ ഭടന്മാർ അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തി, ബന്ധിച്ച് നാടുകടത്തി. അവിടെ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. 309 ആഗസ്റ്റ് 7 രക്തസാക്ഷിത്വം. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. എല്ലാ ബന്ധങ്ങൾക്കിടയിലും അറിഞ്ഞും അറിയാതെയും ചില അളവുകോലുകൾ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും അസ്വാരസ്യത്തിനിടയിൽ അവ ഓരോന്നായി പുറത്തുവരും. അസാധാരണവും അപ്രതീക്ഷിതമായ വഴികളിലൂടെ പോകുമ്പോഴും അറ്റുപോകാത്തതും ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ളതായിരിക്കണം സ്നേഹം. ഉപയോഗമുള്ള സമയത്ത് ഉപകരണ സംഗീതമാകുന്ന അനേകരുണ്ടാകാം. പക്ഷെ തേയ്മാനം സംഭവിച്ചാൽ പാഴ്ക്കൂടയിൽ നിക്ഷേപിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഒന്നും തിരിച്ചു തരാൻ ശേഷിയില്ലാത്തവരോടൊപ്പം ഇരിക്കാൻ എത്ര പേർ തയ്യാറാകും? സ്നേഹിക്കുന്നവരെല്ലാം സ്നേഹം നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന കാരണം അത് തിരിച്ചു ലഭിക്കുന്നതിനുള്ള ഒരു അനുഭൂതിയാണെന്ന് ഓർക്കുക. ഏവർക്കും നന്ദി.